നമസ്കാരം. ഇന്ന് തത്വമയി ന്യൂസിനൊപ്പമുള്ളത് പ്രസിദ്ധ രാഷ്ട്രീയ നിരീക്ഷകനും ദൂരദർശൻ കാലം, അതോടൊപ്പം തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്, അങ്ങനെ വിവിധ പത്രമാധ്യമങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള വളരെയധികം ദീർഘനാളത്തെ പത്രമാധ്യമ രംഗത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ശ്രീ രാജേന്ദ്രൻ പന്തലുമാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. ഇപ്പോൾ നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം BJP, അതായത് NDA നേതൃത്വത്തിലുള്ള സർക്കാരുകൾ എന്ത് ചെയ്താലും അതൊരു ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളൊരു കരച്ചിലാണ് നമുക്ക് എപ്പോഴും എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. പല ഇടങ്ങളിലും, പ്രത്യേകിച്ച് അത് മാർക്സിസ്റ്റ് പാർട്ടി അത്തരത്തിലൊരു കരച്ചിലുമായി രംഗത്തിറങ്ങാറുണ്ട്. കോൺഗ്രസ് അത്തരത്തിൽ കരഞ്ഞുകൊണ്ട് ഇറങ്ങാറുണ്ട്. ഇപ്പോൾ മീനാക്ഷി നടരാജൻ്റെ കാര്യത്തിലും, അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ED റെയ്ഡിൻ്റെ കാര്യത്തിലും ഒക്കെ സമാനമായ സംഭവഗതികളാണ് നടന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ അടുത്ത സമയത്ത് ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ ചോർച്ചയുടെ കാര്യത്തിലും കോൺഗ്രസിൻ്റെ സമയത്ത് നിരവധിയായിട്ടുള്ള പരീക്ഷാ പേപ്പറുകളാണ് ചോർന്നത്. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്, ജനാധിപത്യത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഭരിക്കുന്നു, ഫെഡറൽ സ്ട്രക്ചറിനെ മാനിക്കുന്നില്ല എന്ന തരത്തിലുള്ള പരാതികൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങ് ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അത്യധികം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനത്തെക്കുറിച്ച് നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. എന്താണ് ആ സംഭവം? ഞാൻ അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഉണ്ടായിരിക്കുന്ന കാലത്ത് അവിടെ നടന്ന റെയ്ഡ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് റെയ്ഡ് ഓഫ് ഓൾ റെയ്ഡ്സ്. ഇതുവരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും അതിശക്തമായിട്ടുള്ള മാസീവായിട്ടൊരു ഓപ്പറേഷനായിരുന്നു. ഒരു യുദ്ധ രംഗത്തെന്നതുപോലെ അവിടെ നടന്നിരുന്നത്. ഇന്ത്യയെ മുഴുവൻ ഞാനെന്ന മാധ്യമ ഡെസ്കിലുണ്ട്. അതിനകത്തിരുന്നവരെ ആകമാനം അമ്പരപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം, അപ്രതീക്ഷിതവും നാടകീയവുമായിട്ടുള്ള ഒരു നീക്കമാണ് മുംബൈയിലെ ഇന്ത്യൻ എക്സ്പ്രസ് ടവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ ഏറ്റവും അമ്പരചുംബിയായ കെട്ടിടങ്ങളിൽ ഒന്നായിരുന്നു അക്കാലത്തത്. അതിൻ്റെ മുമ്പിലേക്ക് രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന വയോധികനായിട്ടുള്ള രാംനാഥ് ഗോയങ്കയുടെയും അദ്ദേഹത്തോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ഈ മോറിക് എഡിറ്റർ എന്നൊക്കെ പറയുന്ന എഡിറ്റർമാരിലെ ഏറ്റവും കീർത്തി കേട്ട ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായിട്ടുള്ള അരുൺ ഷൂരി, അങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് സിപ്പിങ് എ കപ്പ് ഓഫ് കോഫി എന്നാണ് പറയുന്നത്, കാപ്പിയും കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ സെക്യൂരിറ്റി വന്ന് പറഞ്ഞു, അവിടെ 19 പേര് കാണാൻ വന്നിട്ടുണ്ട്, വന്നുകൊള്ളട്ടെ എന്ന് രാംനാഥ് ഗോയങ്കി അദ്ദേഹത്തിൻ്റെ വളരെ ചങ്കുറപ്പുള്ള ശബ്ദത്തിൽ പറഞ്ഞു. കാരണം അദ്ദേഹത്തിനെ ഒരു സിംഹമായിട്ടാണ് വിശേഷിപ്പിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ മടയിൽ ഇട്ട് നേരിടാൻ വേണ്ടി വന്നിരിക്കുന്നത് ചില്ലറയൊന്നുമല്ല. ആ കെട്ടിടം മുഴുവൻ നിറയാൻ പരുവത്തിൽ 650 CRPF ഉദ്യോഗസ്ഥരാണ്. ഭീകരവാദികളെയോ തടവു പുള്ളികളെയോ ഒക്കെ പുള്ളികളെയോ ഒക്കെ പിടിക്കാൻ വരുന്നത് പോലെ വമ്പിച്ച ഒരു കൂട്ടം. അതിനോടൊപ്പം തന്നെ അവിടെ ഇൻകം ടാക്സ് സ്ലൂത്ത്സ്, റവന്യൂ ഇൻ്റലിജൻസ്, അങ്ങനെയുള്ളവരുടെ വലിയൊരു പട. ആ പട അവരന്വേഷണം നടത്തിക്കോട്ടെ എന്നാണ് വളരെ കൂളായിട്ട് രാംനാഥ് ഗോയങ്കെ പറഞ്ഞത്. അതായത് 600 ഇൻ്റലിജൻസ് ഏജൻസ് ഉണ്ട്, 650 CRPF ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ 12 ഓഫീസർമാർ അവിടെ IE ഗ്രൂപ്പിൻ്റെ എഡിറ്റോറിയൽ ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു. അവരെയും റെയ്ഡ് ചെയ്തു. സാധാരണഗതി നമ്മൾ കണ്ടിട്ടുണ്ട്, നരേന്ദ്രമോദിയുടെ കാലത്ത് ചില പത്രങ്ങൾ, അപൂർവമായിട്ട് ചില പത്രങ്ങളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്. വാസ്തവത്തിൽ റെയ്ഡല്ല അവിടെ നടന്നിട്ടുള്ളത്. ആ പത്രങ്ങളെക്കുറിച്ച് നമ്മുടെ രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ലഭിച്ചിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ്. ആ അന്വേഷണം നടത്തിയിട്ട് പോലും അതിന് ഇത് പത്രമാരണമാണ് എന്ന് പറഞ്ഞുള്ള വമ്പിച്ച പരാതികളാണ് വന്നിട്ടുള്ളത്. ഗവൺമെൻറ്റിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളാണ് ഇന്ത്യയിലെ ബുദ്ധിജീവികളായിട്ടുള്ള പത്രപ്രവർത്തകർ നടത്തിയത്. അതുപോലെ തന്നെ ലൂഷ്യൻസ് കോർണർ എന്ന് പറയുന്ന ഡൽഹിയിലെ മികച്ചതെന്ന് അവരവകാശപ്പെടുന്ന മാധ്യമപ്രവർത്തകരും ഒക്കെ സിൻഡിക്കേറ്റായിട്ട് നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ നടന്നതെന്ന് പറഞ്ഞാൽ യാതൊരു വിധമായിട്ടുള്ള സമാനതകളുമില്ലാത്ത സാമ്യമകന്ന തരത്തിലുള്ള ഒരു റെയ്ഡാണ്. ആ റെയ്ഡ് എന്തിനു വേണ്ടിയായിരുന്നു? അവരെന്താ തെറ്റ് ചെയ്തത്? തെറ്റെന്താണെന്നുള്ളത് എനിക്കറിയാം. രാജീവ് ഗാന്ധിയായിരുന്നു അന്ന് പ്രധാനമന്ത്രി.
എനിക്ക് വളരെ വ്യക്തമായിട്ട്, കാരണം ഈ അരുൺ ഷൂറി അയക്കുന്ന ഡെസ്പാച്ചുകൾ പത്രത്തിൻ്റെ മെയിൻ പേജിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തം എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രയധികം പക ഇന്ത്യൻ എക്സ്പ്രസ്സിനോട് ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിരുന്നു. നടപടി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇത്തരം നഗ്നവും ഹീനവും ജനാധിപത്യ വിരുദ്ധവുമായ തരത്തിലുള്ള ഒന്ന് അവിടെ സംഭവിക്കുമെന്ന് നമ്മളാരും കരുതിയില്ല എന്നുള്ളതാണ് സത്യം. അവിടെ വന്നിട്ട് റെയ്ഡ് ചെയ്തിട്ട് എന്താ അതായത് FRA നിയമങ്ങൾ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ആക്ട് ലംഘിച്ചുകൊണ്ട് ചില പ്രവർത്തികൾ ഇവർ കാണിച്ചു എന്നുള്ളതാണ് പരാതി. അതായത് ഒരു എലിയെ പിടിക്കാൻ മല പോയി എന്നുള്ളതുപോലെ ഇത് മിക്കപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. റെഗുലേഷൻസിൽ ഈ പത്രക്കാരിൽ ഏതെങ്കിലും ഒരെണ്ണം ഇങ്ങനെ കാണിക്കാത്തതായിട്ടുണ്ടോ എന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെളിവ് തരാം. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ആയാലും പലതരത്തിലുള്ള വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടത്തിക്കൊണ്ടാണ് പത്രങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചു പോരുന്നത്. ആ കള്ളത്തരങ്ങളൊക്കെ ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നുമുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. ഉദാഹരണത്തിന് ന്യൂസ് പ്രിൻ്റ് എന്ന് പറയുന്നത് കോട്ട അനുസരിച്ച് കൊടുത്തിരുന്നതാണ്. ആ ന്യൂസ് പ്രിൻ്റ് പുറത്തു കൊണ്ടുപോയി വിറ്റ് പണം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെ എനിക്കറിയാം. ഒറ്റ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഉദാഹരണങ്ങൾ വിസ്തരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പരിപാടി സമയത്തിന് തീരില്ല. ഇതുപോലെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ നടക്കുന്നത് വൻതോതിലുള്ള കൊള്ളയൊന്നുമല്ല, മറിച്ച് ആ പത്രം ഒന്ന് നിലനിൽക്കാൻ വേണ്ടി കാണിക്കുന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. വിദേശത്തു നിന്ന് ഇതുപോലെ തന്നെ ഇവർ അന്നത്തെ കാലത്തുള്ള ഏറ്റവും പുതിയ ഒരു അച്ചടി യന്ത്രം വരുത്തി അത് ഹൈദരാബാദിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിരുന്നു. നോക്കണം, ആ കൊണ്ടുപോയത് പൂനെയിലേക്കാണ്. ഇത്രയേ ഉണ്ടായുള്ളൂ വ്യത്യാസം. അതിൻ്റെ പേരിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ എറർ അല്ല, അവിടെയാണ് ഈ പറയുന്നത്. ആ പോയിന്റിലേക്ക് ഞാൻ വരാം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ നടപടി എടുക്കാനെന്നും പറഞ്ഞ് ഈ വന്ധ്യവയോധികനായ ഗോയങ്ക ഉൾപ്പെടെ ആൾക്കാരെ ഇങ്ങനെ ചോദ്യം ചെയ്തതും അവിടെ വന്ന് ഭീകര അന്തരീക്ഷം പത്രത്തെ മുടക്കി. അന്നത്തെ പത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നില്ല. ആ രീതിയിൽ പത്രത്തെ പൂട്ടിക്കുന്ന രീതിയിൽ സർ CP രാമസ്വാമിയുടെ കാലത്തെക്കുറിച്ച് മനോരമ പറയുന്നുണ്ടല്ലോ, അതിലും ഭീകരമായ രീതിയിലുള്ള, അന്ന് ജനാധിപത്യമില്ല. ആ അതിനേക്കാൾ വളരെ വളരെ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ അന്ന് അവിടെ അരങ്ങേറി എന്നുള്ളതാണ്. ഞാനത് സാക്ഷിയാണ്, ദൂരെ ഇരുന്നുള്ള സാക്ഷി. കാരണം അവിടുത്തെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഡെസ്പാച്ച് കിട്ടവർ അങ്ങനെ മന്ദീഭവിക്കുകയും ചെയ്യൂ. എന്താ കാര്യമെന്നറിയാമോ? ആ പോയിൻറ്റ്സിലേക്ക് വരാം. രാജീവ് ഗാന്ധിക്കെതിരെ അവർ വൻപിച്ച തോതിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, വളരെ തൻ്റെടമായിട്ട് ഇന്ത്യയിൽ ഒരു പത്രവും കാണിക്കാത്ത ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ രീതിയിലുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വാർത്തകളാണ് ഇതിനെ വളരെയധികം പ്രകോപിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ ഞാൻ തന്നെയാണ് ഒരു രാത്രി സമയത്ത് ഞങ്ങളെയെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് അരുൺ ഷൂറിയുടെ ഒരു റെവലേഷൻ വരുന്നു. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ജാനി സെയിൽ സിംഗ്, ഇന്ദിരാഗാന്ധി ഒരു ചോദ്യം തന്നാൽ ഞാനെടുത്ത് മുറ്റം വാരും, മുറ്റം അടിക്കും എന്ന് പറഞ്ഞ ആ സെയിൽ സിംഗ്, ചൂൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കളിയാക്കാറുണ്ട്. ആ മനുഷ്യൻ താരം പറഞ്ഞ അത് തന്നെ. എല്ലാവരും അങ്ങനെ തന്നെ. ഫക്രുദ്ദീൻ അലി അങ്ങനല്ലേ? അദ്ദേഹം നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ കുളിക്കുന്ന സ്ഥലത്ത് നിന്നാണിത് വായിച്ചു പോലും നോക്കാതെ ഒപ്പിട്ട് കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആയിക്കോട്ടെ, അത്ര വിധേയന്മാരായിരുന്നു ഇവരെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ സെയിൽ സിംഗ് രാജീവ് ഗാന്ധി വന്നപ്പോഴത്തേക്ക് രാജീവ് ഗാന്ധി ഇദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ ഒക്കെ ഇരിക്കാൻ തുടങ്ങി. നേരം വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, രാജീവ് ഗാന്ധിയെപ്പോലെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഒന്നുമല്ല. അതിൻ്റെ ഫലമായിട്ട് ഇവർ തമ്മിൽ ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസം നിലനിന്നു. സാധാരണഗതി ഈ പ്രധാനമന്ത്രിമാർ, ഇപ്പോൾ നരേന്ദ്രമോദിയും ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോയിട്ട് രാഷ്ട്രപതി ഭവനിൽ പോയിട്ട് പ്രധാന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇവിടെ അതൊന്നുമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിനോട് ബുദ്ധിമുട്ട് തോന്നി. അദ്ദേഹം ഒരു കത്ത് അയച്ചു. ഈ കത്തിൻ്റെ കോപ്പി ഇന്ത്യൻ എക്സ്പ്രസ്സിന് കിട്ടി. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. ആ കത്ത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വലിയൊരു സ്കൂപ്പായിരുന്നു. അത് ഹെഡ്ലൈനായിട്ടാണ് കൊടുത്തത്. ഞാനാണ് അന്ന് ഒരു യൂണിറ്റിൽ, ഒരു വിജയവാഡ യൂണിറ്റിലാണെന്ന് ഞാനത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുത്തപ്പോഴത്തേക്കും അത് വലിയ സ്ഫോടനമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ അരുൺ ഷൂറി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഒരു ജേർണലിസം പഠിച്ച ആളെയല്ല.
അദ്ദേഹം ലോകബാങ്കിൻ്റെ ഒരു ഇക്കണോമിസ്റ്റായിട്ട് സെർവ് ചെയ്ത ആളാണ്. പക്ഷേ ഇന്ത്യയിൽ വന്ന് നല്ല കിടിലം പത്രപ്രവർത്തനമാണ് നടത്തിയത്. അരുൺ ഷൂറി അയക്കുന്ന ഡെസ്പാച്ചുകൾ എന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്യാൻ ഒരുപാടുണ്ട്. കാരണം എഡിറ്റിംഗ് അദ്ദേഹം പഠിച്ചിട്ടില്ല. ഈ സബ്ബിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന ചുരുക്കി എഴുതാനുള്ളത് പഠിച്ചിട്ടില്ല. അതേപടി അങ്ങ് ഇടുകയാണ്. പക്ഷെ നമ്മൾ അതിലൊന്നും ചെയ്യില്ല. കാരണം ഇത്രയും വലിയൊരാളാണ്. രാംനാഥ് ഗോയങ്കയുടെ അടുത്ത ആളാണ്. അപ്പോൾ വല്ല പുള്ളിയോ വള്ളിയോ കോമയോ വല്ലോ ഇടാനുണ്ടെങ്കിൽ അത് മാത്രം ഇട്ടാണ് ഈ സാധാരണ ഡെസ്പാച്ച് ചെയ്യുന്നത്. ഇതിൽ എനിക്കുള്ള ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പത്രത്തിൽ ആൾക്കാർ അതിൻ്റെ വരിക്കാർ വായിക്കുന്നതിന് മുമ്പ് എനിക്ക് വായിക്കാൻ ഒരു സൗകര്യം കിട്ടും എന്നുള്ളൊരു സന്തോഷമാണ്. അങ്ങനെ കൊടുക്കുന്നതിന് ഒരു ആവേശം, ഒരു ശരിക്കും പറഞ്ഞ ഒരു എക്സൈറ്റ്മെൻറ്റുമായിരുന്നു ആ കാലത്തൊക്കെ. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അരുൺ ഷൂറി അന്നേ എനിക്ക് വലിയ പിൽക്കാലത്ത് അദ്ദേഹം വിട്ടിട്ട് കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിപ്പോയി വേറൊരു കാര്യം. അദ്ദേഹം തന്നെയാണ് ബോഫോഴ്സ് സ്കാൻഡലിൻ്റെ കേസുകളും കൊണ്ടുവന്നത്. അപ്പോഴെല്ലാം ഇതുപോലെ വലിയ തീവ്രമായ തിരിച്ചടി ഉണ്ടായി. പിന്നൊരിക്കൽ അദ്ദേഹം ഭാഗൽപൂർ ബ്ലൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ അവിടെ പാവപ്പെട്ട ആൾക്കാരെ ക്രിമിനലുകളായിട്ടുള്ള ആൾക്കാരെ എന്ന് ചെയ്തിരുന്ന കണ്ണ് ചൂഴ്ന്നെടുക്കുക, ഭാഗൽപൂർ ബ്ലൈൻഡിങ്സ്. ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് അതിൻ്റെ രക്തസാക്ഷികൾ. അതിനെക്കുറിച്ച് ആദ്യമായിട്ട് ധൈര്യമായിട്ട് റിപ്പോർട്ട് കൊണ്ടുവന്നത് അരുൺ ഷൂറിയാണ്. രാജ്യം മുഴുവൻ അത് കോളിളക്കം സൃഷ്ടിച്ചു. അതിൻ്റെ ഫലമായിട്ട് അന്നത്തെ മുഖ്യമന്ത്രി, ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്ന ജഗന്നാഥ് മിശ്ര ഇദ്ദേഹത്തിനെ അങ്ങോട്ട് വിളിച്ചു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവിടെ സാമൂഹ്യ വിരുദ്ധന്മാരാണ് ഇത് ചെയ്തത്. ഞങ്ങളെ പോലീസുകാരൊന്നും അല്ല ചെയ്തത്. ഞങ്ങൾ അതിനെതിരെ നടപടിയെടുത്തു. നിങ്ങളുടെ ഉത്തരവാദിത്വം അവിടെ തരുന്നില്ല. നിങ്ങളുടെ സമൂഹം എന്ന് പറയുന്നത് നിങ്ങൾ ഭരിക്കുന്ന ബീഹാർ സംസ്ഥാനമാണ്. പോലീസിനെ മാത്രമല്ല, അവിടെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഉത്തരവാദിത്വം. നിങ്ങൾ രാജിവെച്ച് പോകണം. ഇത് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. പിന്നെ ജഗന്നാഥ് മിശ്ര ഒന്നും മിണ്ടാൻ പോയില്ല. അത്ര വളരെ ക്രുസൈഡിങ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് പത്രത്തിൽ ഉണ്ടായി. പത്രത്തിന് വളരെയധികം സർക്കുലേഷൻ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ തന്നെയാണ് അന്നത്തെ കാലത്ത് തന്നെ ഇപ്പോഴത്തെ അംബാനിയുടെ അച്ഛനൊരു അംബാനിയുണ്ട്. ആ അംബാനിക്കെതിരെ വലിയൊരു ക്യാമ്പയിനിങ് അദ്ദേഹം നടത്തുകയുണ്ടായി. ധീരുഭായി അംബാനിക്കെതിരെ. അതുപോലെ തന്നെ പിന്നെ IR അന്തുലെ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു. സിമെൻറ്റ് കുംഭകോണത്തിൻ്റെ ആളെന്നാണ് അറിയപ്പെടുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാനായിരുന്നു. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ക്യാമ്പയിൻ നടത്തി, പത്രത്തിലൂടെ ക്യാമ്പയിൻ നടത്തി അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. അതുപോലെ ശക്തനായിരുന്നു അരുൺ ഷൂറി അന്നത്തെ കാലത്ത്. ആ അരുൺ ഷൂറിക്ക് പത്രത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സംഭാവനകൾ അത് നാളിഫ് ചെയ്യുന്നതിനും അദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടായിരുന്നു ഇത്. എന്നു മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ഇതിനേക്കാളൊക്കെ ഗംഭീരമായിട്ടുള്ള പത്രക്കാരുടെ എല്ലാ അവകാശങ്ങളും ഛേദിച്ചു കളയുന്ന തരത്തിലുള്ള ഒരു നിയമവും കൊണ്ടുവന്നു രാജീവ് ഗാന്ധിയും കമ്പനിയും കൂടി. അപ്പോൾ ഇന്ത്യയിലെ കുൽദീപ് നയ്യാർ ഉൾപ്പെടെ ഇന്ത്യയുടെ എഡിറ്റേഴ്സ് ഗിൽഡ് ഉൾപ്പെടെ എല്ലാവരും കൂടി ചേർന്നാണ് ഇത് ശരിയല്ല, ഇത് മറ്റൊരു അടിയന്തര അവസ്ഥയാണ്, അതിലേക്ക് പോകരുതെന്ന് ഉപദേശിച്ചതിനെ തുടർന്നും വളരെ ശക്തമായിട്ട് പ്രക്ഷോഭം പാർലമെൻറ്റിൽ, രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായതിൻ്റെയും ഫലമായിട്ടാണ് മനസ്സോടെ രാജീവ് ഗാന്ധിക്ക് ഇത് അവിടെ നിന്ന് പിന്തിരിഞ്ഞ് നടക്കേണ്ടി വന്നത്. മനസ്സിലായോ? പിൻവലിക്കേണ്ടി വന്നത്. ഗോയങ്ക പറഞ്ഞൊരു വാക്യം ആ സമയത്ത്, ഇത്രയധികം സമ്മർദ്ദം ഉണ്ടായിട്ടും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അടിയറവ് പറയാൻ അദ്ദേഹം പോയില്ല. അദ്ദേഹം പറയുന്നത്, ഇഫ് ഐ ഹാവ് ഡൺ എനിത്തിങ് റോങ് ലെറ്റ് ദം പുട്ട് മീ ഇൻ ജയിൽ. അല്ലാതെ ഈ നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനെ പോലെയോ നമ്മുടെ പിണറായി വിജയനെ പോലെയോ ഒന്നും പേടിച്ച് എന്നെ ജയിലിലിടുമെന്നുള്ള പേടിയൊന്നുമില്ല. ജയിലിൽ വേണമെങ്കിൽ കൊണ്ടിട്ടു. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ പത്രത്തിൻ്റെ മുകളിൽ സാധാരണഗതിയിൽ എഡിറ്റോറിയൽ പേജിൽ എല്ലാ പത്രങ്ങളും ഓരോ മഹാന്മാരുടെ ഉദ്ധരണികൾ ഇടാറുണ്ട്. പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ് ആ സ്പേസ് ഒഴിച്ചിട്ടിരിക്കുക. അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്, ഇന്ത്യൻ എക്സ്പ്രസ് ഈസ് നോട്ട് ആൻ ഇൻഡസ്ട്രി, ഇറ്റ്സ് എ മിഷൻ എന്നുള്ളതാണ്. അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം കമ്പൈൻഡ് നെറ്റ്വർക്ക് ഇന്ത്യയിൽ മുഴുവൻ അന്ന് തന്നെ 14 എഡിഷൻസ് ഉണ്ട് ദേശവ്യാപകമായിട്ട് ഒറ്റ പത്രത്തിന് കീഴിൽ. ഇന്നത് പോയി. കമ്പൈൻഡ് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് തന്നെയാണ് മുമ്പിൽ. പക്ഷേ അത് 2 മാനേജ്മെൻറ്റുകളിലായിട്ടാണ്. ഒന്ന് മകൾക്ക് ഇന്ത്യൻ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും അതെ മകൾക്ക് ഇംഗ്ലീഷ് പത്രങ്ങൾ, ഉത്തരേന്ത്യയിലെ പത്രങ്ങൾ മകൾക്കും ദക്ഷിണേന്ത്യ മധുര ആസ്ഥാനമാക്കിയിട്ടുള്ളത് മകനും വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എങ്കിലും ഇന്ത്യൻ എക്സ്പ്രസിന് ഇപ്പോഴും അതിൻ്റെ ആ പഴയ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ TJS ജോർജ് അതിൻ്റെ സദേൺ എഡിഷൻസിലെ കൺസൾട്ടൻ്റ് എഡിറ്ററായിരുന്നു അദ്ദേഹം. എഡിറ്റോറിയൽ കൺസൾട്ടൻറ്റ്, ശരിയായിട്ടുള്ള പേര് എഡിറ്റോറിയൽ കൺസൾട്ടൻറ്റ്. അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ബംഗളൂരുവിലായിരുന്നു പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പങ്ക്തി എന്ന് പറയുന്നത് ഇതുപോലെ സിമ്പിളും അതേസമയം മനോഹരവും അതുപോലെ ആഴത്തിൽ ചിന്തിക്കുന്നതുമായിട്ടൊരു പങ്ക്തി വേറെയില്ല. അതെല്ലാവരും അദ്ദേഹം അതെ എഴുതുന്നത് വളരെ സിമ്പിളാണ്. അത് ഗോയങ്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദൗത്യം എന്ന് പറയുന്ന ഈ ന്യൂസ് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് തന്നെ
മലയാള മനോരമയുടെയും പോളിസി ഇത് തന്നെയാണ്. കെ എം മാത്യു പറഞ്ഞ കാര്യം കോട്ടയത്തെ മത്തായിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതുക എന്നുള്ളതാണ്. വലിയ ജാടയുള്ള ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ, സംസ്കൃത ചടുലമായ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ ഇതൊന്നും ആർക്കും മനസ്സിലാവുകയില്ല. വളരെ സിമ്പിളായിരിക്കണം. ആ ശൈലിയാണ് ഇന്ത്യൻ എക്സ്പ്രസും സ്വീകരിക്കുന്നത്. അത് ഹിന്ദുവിൻ്റെ ഒക്കെ വരുമ്പോൾ കൺസർവേറ്റീവാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഒരു മാതൃഭൂമി, അതെ അത് വരുന്നത് അതാണ്. അതെ അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് കൊടുത്താൽ തീരാവുന്ന, ഇൻകം ടാക്സ് വകുപ്പ് ഒരു നോട്ടീസ് കൊടുത്താൽ തീരാവുന്ന ഒരു പ്രശ്നം ഏതാണ്ട് ഒരു പട്ടാള ചിട്ടയിൽ ഒരു യുദ്ധം പോലെ പട്ടാള സന്നാഹങ്ങളോട് കൂടി പീരങ്കി കൊണ്ടുവരാൻ ഞാൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മിസൈലും ഡ്രോണും ഒക്കെ കൊണ്ടുവരായിരുന്നു. പത്രത്തിന് നേരെ നടത്തിയ ഒരു വേട്ട, ഇതുപോലൊരു വേട്ട പിന്നെയോ അതിന് ശേഷമോ അതിന് മുമ്പോ നടന്നിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇതുപോലുള്ള വേട്ടകൾ നടന്നിട്ടില്ല. പത്രം കണ്ടെടുക്കും, എഡിറ്റോറിയൽ സെൻസർ ചെയ്യും. ഇതൊക്കെ അല്ലാതെ ഇതുപോലെ ഒരു ക്രൂരമായ രീതിയിലുള്ള, അപഹാസ്യമായ രീതിയിലുള്ള പത്രമാരണം അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതുപോലെ ഒരു ED റെയ്ഡും ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് ഇപ്പോഴത്തെ റെയ്ഡ് ഗവൺമെൻറ് വാഷിംഗ് യന്ത്രമാണ്, അതുപോലെ തന്നെ വാഷി വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ നാണവും ഉളുപ്പുമില്ലാതെ ചരിത്രബോധമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇന്ത്യ എല്ലാത്തിലും സംശയമാണ്. അവർക്ക് ഭരണാധികാരിയിൽ സംശയമാണ്, EVM മെഷീനിൽ സംശയമാണ്, രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സംശയമാണ്. ഇതുപോലൊരു പ്രഷർ ഗ്രൂപ്പ് ബിൽഡപ്പ് രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ല. രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം ഇതിന് മുന്നേ കണ്ടില്ല. യഥാർത്ഥത്തിൽ അവർ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. കാരണം രാജ്യത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുക? ആൾക്കാർ കോടതിയിൽ വിശ്വസിക്കാത്ത ഒരു ഘട്ടം വന്നാൽ എങ്ങനെയാണ് കോടതിക്ക് ഒരു വിധി പുറപ്പെടുവിക്കാൻ കഴിയുക? രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഇലക്ഷൻ നടത്താൻ? അവരെന്ത് ചെയ്താലും സംശയത്തിൻ്റെ രീതിയിലേ ആൾക്കാർ കാണുകയുള്ളൂ എന്നത് ഇത്തരം വോട്ട് പോലുള്ള കാര്യങ്ങൾ അപഹാസ്യമാണ് അങ്ങേയറ്റം. അതവർ മനസ്സിലാക്കുന്നത് പോലുമില്ല എന്നുള്ളതാണ്. ആ വാസ്തവത്തിൽ ഡീവാല്യൂ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനാ അധിഷ്ഠിതമായിട്ടുള്ള സ്ഥാപനങ്ങളെ ഡീവാല്യൂ ചെയ്യുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ, കോടതിയെ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, അവിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ യോഗ്യനായിട്ടുള്ള ഭരണാധികാരിയാണ് ഉണ്ടായിരുന്നത്. പരാതി കിട്ടി. കാരണം ഇവർ ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നു. മീനാക്ഷി നടരാജൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, അവരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസിൻ്റെ നോട്ടീസ് ഉണ്ടായിരുന്നു. അത് വെളിപ്പെടുത്തേണ്ടതാണ്. അറിഞ്ഞ സ്ഥിതിക്ക് അതൊന്നും നാമനിർദ്ദേശ പത്രികയിൽ എഴുതാൻ ഭരണാധികാരി വളരെ വിനയത്തോടു കൂടി ആവശ്യപ്പെട്ടു. ഇല്ല, ഞാനത് ചെയ്യില്ല. അവർ രാജ്യസഭാ MP ആയി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ധാർഷ്ട്യത്തോടു കൂടി തന്നെ ഞാനത് കൊടുക്കില്ലെന്നൊരു പിടിവാശി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഭരണാധികാരിക്ക് തൻ്റെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിക്കേണ്ടി വന്നു. അത് തള്ളി. കാരണം നമ്മൾ അറിഞ്ഞ വിവരങ്ങൾ ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളത്. പിന്നെ ബാക്കി കാര്യം ഭരണാധികാരിയുടെ ഡിസ്ക്രിപ്ഷൻ അദ്ദേഹം പ്രയോഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി തള്ളി. അവരോട് പറഞ്ഞു റിട്ട് പെറ്റീഷനാണ് ഇത് തന്നിരിക്കുന്നത്. അത് തന്നെ തെറ്റാണ്. അതുപോലും അറിയില്ല അവർക്ക്. തെരഞ്ഞെടുപ്പ് പെറ്റീഷനെ കൊടുക്കാൻ പറ്റൂ. പിന്നെ ആ തെരഞ്ഞെടുപ്പ് പെറ്റീഷൻ നിങ്ങൾ കൊടുക്കേണ്ടത് ഹൈക്കോടതിയിലാണെന്ന് പറഞ്ഞു. ഇപ്പം ഹൈക്കോടതിയിൽ പോയിരിക്കുക. ഇനി 3 മാസത്തേക്ക് ഈ രാജ്യത്തെ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ ഒരു സമര പരമ്പരയ്ക്കും രൂപം കൊടുത്തിരിക്കുക. അവരുടെ പിടിപ്പുകേടിനും അവരുടെ അഹന്തയ്ക്കും ഈ രാജ്യത്തെ ജനങ്ങൾ മറുപടി പറയേണ്ട ഒരു സ്ഥിതിയാണ്. എല്ലാ കാര്യങ്ങളിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഹതഭാഗ്യരായ 3 ഇന്ത്യൻ നാവികർ മരിച്ചപ്പോൾ മോദിക്ക് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞ എന്താ തോന്നുന്നു? മോഡി അവരുടെ ബോഡി ഗാർഡാണ്. സോ എന്തോ അതെ വേറേതോ കപ്പലിൽ ജോലിക്ക് പോയ ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന്. ഇയാൾ എത്ര പേർക്കാ പ്രൊട്ടക്ഷൻ? കണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ഭഗത്പൂർ ബ്ലൈൻഡിങ്സ് നടക്കുന്ന ഈ കോൺഗ്രസിന്റെ കാലത്താണ് ബെൽച്ചിയിൽ കൊടുക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ബെൽച്ചിയിലെ ആദിവാസികളെ കൂട്ടക്കുരുതി നടത്തിയത് അത് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തതാണ്. അതും ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. അങ്ങനെ എത്ര പിന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നുമല്ല, നാവികരായിട്ടുള്ള 3 പേര് ആര് പോയാലും മരിക്കുന്ന ഹോർമൂസ് കടലായിരുന്നു അത്, പ്രക്ഷുബ്ധമായ ഹോർമൂസ് കടലിൽ. ഇത്രയും ഇന്ത്യക്കാർ ജീവനോട് വന്നതിനെ കുറിച്ചല്ല, അതിൻ്റെ നെഗറ്റിവിറ്റിയെ കുറിച്ചാണ്. നെഗറ്റീവ് പൊളിറ്റിക്സാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കളിക്കുന്നത്. അത് പണ്ടും അങ്ങനെയായിരുന്നു, അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെയായിരുന്നു. ഇനി നമ്മൾ ക്ലീൻ ഇമേജ് ഉണ്ടെന്ന് പറയുന്ന രാജീവ് ഗാന്ധിയുടെ കാലത്തും അതായിരുന്നു. രാജീവ് ഗാന്ധിയുടെ ബൊഫോഴ്സ് ഡീൽ മിസ്റ്റർ ക്ലീൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇമേജ് തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ചൊരു വലിയ നമ്മുടെ
സ്വർണം കട്ടവ ആരപ്പ എന്ന് പറഞ്ഞ പോലെ ഒരു മുദ്രാവാക്യം ആ കാലത്തുണ്ടായി. ഗലീമയും വടക്കേന്ത്യൻ നാട് ഗലീബേൻ ചോർഹൈ, രാജീവ് ഗാന്ധി ചോർഹൈ. അതിന് പകരമാണ് രാഹുൽ ഗാന്ധി ഇപ്പൊ ചൗക്കീദാർ ചോർഹൈ. ഇതുകൊണ്ടാണ് അയാൾ വീണ്ടും പരാജയപ്പെട്ടു വന്നത്. കാരണം കള്ളനെ കള്ളനെന്ന് വിളിച്ചാൽ ജനങ്ങൾ ഇഷ്ടപ്പെടും, അവർ വോട്ട് ചെയ്യും. പക്ഷെ സത്യസന്ധനായ ഒരു മനുഷ്യനെ, കുടുംബത്തിന് വേണ്ടി ഒന്നും സമ്പാദിക്കാതെ രാഷ്ട്രത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി അങ്ങനെ പറഞ്ഞാൽ ജനങ്ങളുടെ ചങ്കിലും വേദന ഉണ്ടാവും. ആ ചങ്കിലെ വേദനയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പരാജയം പരമ്പര. അതെ, ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ സമരങ്ങളുമായിട്ട് അവർ പോകട്ടെ. രാജ്യത്തിൽ നിന്ന് അകന്നകന്ന് അവർ പൊയ്ക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ജനാധിപത്യത്തിന് എതിരെ അവർ പ്രക്ഷോഭം നയിക്കുന്ന കാലത്തോളം ജനാധിപത്യത്തിൽ നിന്ന് അകന്ന്, ഭാരതത്തിൽ നിന്ന് അകന്ന് കഴിയേണ്ടി വരും. എന്തായാലും ഇത് തിരുത്തിയാൽ അവർക്ക് തന്നെ കൊള്ളാം. നമസ്കാരം.